ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം ഒരു ഫാമിലി ഫോട്ടോയും ഞങ്ങളുടെ ഫോട്ടോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ കൊണ്ട് ഇവരുടെ മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു വിവാഹ ഫോട്ടോയും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ചേർന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് സച്ചിയും രേവതിയും. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഈ വിവാഹം കഴിച്ചിട്ട് ഇന്നാണെന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് കയറാം. ഈ പൂമാല എന്തെന്ന് നീ കയ്യിൽ വെച്ചിരിക്കുന്നത് അത് ഇടാൻ പറയുന്ന സമയത്ത് അതൊക്കെ വേണോ സച്ചിയേട്ടാ എന്ന് നമ്മുടെ രേവതി ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയും വേണം, നമ്മളെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര സന്തോഷമാകും എന്നൊക്കെ സച്ചി പറയുകയാണ്. അതിനുശേഷം ഇരുവരും കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ചന്ദ്ര നോക്കുന്ന സമയത്ത് സച്ചിയെ രേവതി ഈ ഒരു രൂപത്തിൽ കാണുമ്പോഴത്തേക്കും ആകെ അതിശയപ്പെട്ടു പോവുകയാണ്. ഈ ഒരു സമയം തന്നെ അങ്ങോട്ടേ രവി വരുന്നുണ്ട്. രവി ഇരുവരെയും കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രവിക്ക് പിന്നാലെ തന്നെ ശ്രീകാന്തും വർഷയും തൊട്ടുപുറകെ തന്നെ ശ്രുതിയും അവിടെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. വന്ന വഴി തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു രൂപത്തിലും ഭാവത്തിലും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സച്ചി തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രീകാന്തിനും രവിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രവി പറയുന്നുണ്ട്, ഈ ഒരു വേഷത്തിൽ നിങ്ങളെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി, നിങ്ങളുടെ ജീവിതം എന്താവും എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്, അതൊക്കെ എനിക്ക് മാറി എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും സച്ചി രേവതിയോടായിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ രേവതി, അച്ഛനത് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്നാൽ ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര അതേ രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര മതി മോളെ, വർഷയെ പോയി ആരതി എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുമ്പോഴത്തേക്കും ആരതിയോ അതെങ്ങനെ ഇരിക്കണമെങ്കിൽ അതിനകത്ത് ചുവന്ന പൗഡറില്ലേ, അതെന്താണ് ചില്ലി പൗഡറാണോ അതോ കളർ പൗഡറാണോ എന്നൊക്കെ നമ്മുടെ വർഷ ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നു മോളെ വർഷേ, നീ ആയിട്ട് ആരതി ഒന്നും എടുക്കണ്ട, ചന്ദ്ര നീ പോയി എടുത്തുകൊണ്ട് പോയെന്ന് നമ്മുടെ രവി പറയുന്നുണ്ട്. ഞാനോ എന്ന് ചന്ദ്ര ചോദിച്ചുകൊണ്ട് അവിടെ മടിച്ചു നിൽക്കുമ്പോഴത്തേക്കും നിന്നോട് എടുത്തുകൊണ്ട് വരാല്ലേ പറഞ്ഞതെന്ന് നമ്മുടെ രവി കുറച്ചുകൂടെ കഠിനമായ ശബ്ദത്തിൽ പറയാം കേട്ടോ. ഇത് കേട്ട് പേടിച്ചിട്ട് എന്നവണ്ണം നമ്മുടെ ചന്ദ്ര അകത്തേക്ക് ചെന്ന് ആരതി എടുത്തുകൊണ്ട് വരികയാണ്. വരുന്ന വഴിക്ക് ചന്ദ്ര ചിന്തിക്കുന്നത്, ഞാൻ അവളെ ആരതി ഒഴിയാണ് നടന്നു തന്നെ, എന്തായാലും ആ ശ്രുതിയോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, ആൻറ്റിയല്ലേ ഈ വീട്ടിലെ മുതിർന്ന ആൾ, അപ്പം ആൻറ്റി തന്നെ ഒഴിഞ്ഞോളാനായിട്ട് പറയുകയും മനസ്സിലോടുകൂടി തന്നെ രണ്ടുപേർക്കും ആരതി ഒഴിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ആരതി ഒഴിയുന്ന സമയത്ത് നമ്മുടെ സച്ചി രേവതി കുറച്ചുകൂടി ചേർത്ത് നിർത്തുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ചന്ദ്രയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖമൊക്കെ വല്ലാതാവുകയാണ് കേട്ടോ. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയും, രണ്ടുപേരും മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ ഇരു സൈഡുകളിലേക്ക് മാറ്റിയിട്ട് നടുക്കേക്കിടെയാണ് നമ്മുടെ ചന്ദ്ര ആരതി തട്ടിക്കളയാണ്ട് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി വലതുകാൽ വെച്ച് കയറ് എന്ന് പറയുകയാണ്. ഇരുവരും വലതുകാൽ വെച്ച് അകത്ത് കയറുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെ വലതുകാലം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പിന്നെന്താ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാച്ച രേവതിക്ക് ഇതെല്ലാം വിശ്വാസം ഉണ്ടല്ലോ, മാത്രമല്ല എനിക്ക് രണ്ടു കാലം ഒരുപോലെ ഉണ്ട്, കാരണം വണ്ടി ഓടിക്കണമെങ്കിൽ എനിക്ക് രണ്ടു കാലിനും ഒരേ പ്രാധാന്യമാണ് ഉള്ളത് എന്നൊക്കെ സച്ചി പറയുകയാണ്. കൂടുതൽ തന്നെ സച്ചി പറയുന്നുണ്ട്, പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് വിവാഹം കഴിച്ചത് ഇപ്പോഴാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിവാഹ വാർഷികം ഇനി ഈ ഒരു ദിവസമായിരിക്കും ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കളിയാക്കൽ മൈൻഡോട് കൂടി തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ, അപ്പം ഇത്രയും നാളെ നിങ്ങൾ കല്യാണം കഴിച്ചെല്ലാവരും ജീവിതം ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ മുഖം വേഗം മാറുക കേട്ടോ. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ പറഞ്ഞ് കേട്ടല്ലോ, ഇവൻ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നു, അതുപോലെയാണ് എല്ലാവരും എന്നാണ് ഇവന്റെ വിചാരം, ഇതേപോലെ പല പല പെണ്ണുങ്ങളുടെ കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ മനസ്സറിഞ്ഞ് ആകെ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ശ്രുതിയുടെ മുഖം വല്ലാതാവുന്നുണ്ട്. ശ്രുതി എന്നെ പറയുന്നുണ്ട്, ശ്രുതി മതി നിർത്തിക്കോ, ഇനി സംസാരമൊന്നും വേണ്ട എന്ന് പറയാം കേട്ടോ. അതിനുശേഷം സച്ചി ചോദിക്കാൻ, അച്ഛാ വിവാഹശേഷം ഞങ്ങൾ രണ്ടുപേരുടെ വിളക്ക് കൊളുത്തണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ അതൊക്കെ വേണം വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ രവിയേട്ടാ, ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര നിനക്കറിയാലോ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അവർ മനസ്സറിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് വന്നതാണ്, മാത്രമല്ല ഇവരുടെ വിവാഹം നടന്ന് ഇന്നാണെന്ന് ഇവർ പറയുന്നു, അതുകൊണ്ട് തന്നെ ചടങ്ങുകളെല്ലാം നടത്തേണ്ട രീതിക്ക് തന്നെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി എല്ലാവരും കൂട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ്. മനസ്സോട് കൂടി തന്നെയാണ് നമ്മുടെ ശ്രുതിയും വർഷയും ചന്ദ്രയും പുറകെ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ വർഷ ശ്രുതിയോടായിട്ട് പതുക്കെ പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ ഇഷ്ടത്തിനൊന്നും അല്ല ഈ വിവാഹം നടത്തിയ, രേവതി ചേച്ചിയുടെ മുഖം കണ്ടറിയാമെന്ന് പറയുന്ന സമയത്ത് നീ മിണ്ടാതിരിക്കുക, പക്ഷേ രേവതിയുടെ പ്ലാനിങ് ആണെന്നല്ലേ സച്ചി പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ശ്രീകാന്തിന്റെ ഐഡിയ അല്ലേ, അയാൾ രേവതി ചേച്ചി ഇനി വിട്ടുപോകാതിരിക്കാണ്ട് വീണ്ടും വിവാഹം കഴിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് വർഷ സംസാരിക്കുകയാണ് കേട്ടോ. അവസാനം നമ്മുടെ ശ്രുതി നീയും കൂടെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയും കൂട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ്. പൂജാമുറിയിൽ ചെന്ന് ഇരുവരും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഹാളിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും മക്കളെ എനിക്ക് സന്തോഷമായി, നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഇതിന് ജീവിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല ഇരുവരും പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ മനസ്സിലോടുകൂടി തന്നെയാണ് കതിർ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നത്, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനും രേവതിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് രേവതിയും കയറിയിരുന്നു, പക്ഷേ
ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്ഛാ, രേവതി ഇല്ലാതെ എനിക്ക് പറ്റില്ല, അതിനിപ്പോൾ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തപ്പുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ അതിനാണ് പറയുന്നത് ലവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം അജി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് നാണാവുന്ന അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രവി വേഗം മാറി നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ രേവതിയുടെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതിന് അതൊക്കെ പറയുന്നത് നീ എന്തിനു നാണിക്കരുത്, നീ വേറെ ആരും മുന്നിലല്ലോ, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിലല്ലേ തുറന്നു പറയുന്നത്, എന്തായാലും ഈ ഒരു സ്നേഹം നിങ്ങളുടെ എന്നും നിലനിൽക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുകയാണ്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സോട് തന്നെ ആ ഒരു ചടങ്ങിന് നമ്മുടെ ചന്ദ്ര വന്ന് നിൽക്കുകയാണ്. ഇരുവർക്കും അനുഗ്രഹമൊക്കെ നൽകിയതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ശേഷമുള്ള ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ആകെ ചമ്മുവാണ് കേട്ടോ. രേവതി ഇന്ന് വന്ന് സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ്. പക്ഷേയും ശ്രീകാന്തം അവരുടെ റൂമിലേക്കും രവിയാണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് പോവുകയും ചെയ്യാണ് കേട്ടോ. എല്ലാവരും പോയി കഴിയുമ്പോൾ ശ്രുതി ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇത് കുറച്ചൊക്കെ ഓവറല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓവറാണോന്നോ, മഹാ ഓവറാണ്. ശ്രുതിമോളെ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ അച്ഛനോട് വിളിച്ച് പറഞ്ഞല്ലോ സ്വർണത്തിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വീണ്ടും പെട്ട അവസ്ഥയിലാവട്ടെ. വീണ്ടും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞില്ലേ എന്ന് കുറച്ചും കൂടി കഠിനമായി വോയിസിൽ പറയുന്ന സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആന്റി എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിലും എന്ത് പറഞ്ഞാലും ഈ തള്ള കറങ്ങി തിരിഞ്ഞു വരുന്നത് എന്റെ തലയ്ക്ക് തന്നെയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.